കർണാടക മുഖ്യമന്ത്രി പദവിയെച്ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾക്കിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും കൂടിക്കാഴ്ച നടത്തി. ശനിയാഴ്ച രാവിലെ സിദ്ധരാമയ്യയുടെ വസതിയിൽ ഇരുവരും പ്രഭാതഭക്ഷണത്തിനായി ഒരുമിച്ചെത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും മാധ്യമങ്ങളെ കാണുകയും തങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പ്രഭാതഭക്ഷണം നന്നായിരുന്നു. ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, ഭാവിയിലും ഉണ്ടാകില്ല, സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ശിവകുമാറും സമാനമായ നിലപാട് ആവർത്തിച്ചു. ഞങ്ങളുടെ പ്രധാന അജണ്ട 2028 തിരഞ്ഞെടുപ്പാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും പ്രധാനമാണ്. ഞങ്ങൾ അതിനെക്കുറിച്ചും 2028 കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. ഒരുമിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം, ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കി. ഈ കൂടിക്കാഴ്ചയെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് 2026 മാർച്ചിലോ ഏപ്രിലിലോ സിദ്ധരാമയ്യയിൽ നിന്ന് ശിവകുമാറിലേക്ക് എത്രയും പെട്ടെന്ന് അധികാര കൈമാറ്റം നടക്കും എന്നതിന്റെ സൂചനയായാണ്. പ്രഭാതഭക്ഷണത്തിന് പിന്നാലെ തന്നെ ഇരു നേതാക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പങ്കുവച്ചു. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി സിദ്ധരാമയ്യയുമായുള്ള രാഷ്ട്രീയ പോരാട്ടം കടുക്കുന്നതിനിടെ ഡി.കെ. ശിവകുമാർ അല്ലെങ്കിൽ ഡി.കെ.എസ്. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ ഉദാഹരണമാക്കി രംഗത്തെത്തി. ബംഗളൂരുവിലെ ഒരു സർക്കാർ പരിപാടിയിൽ സംസാരിക്കവെയാണ് അധികാരം വേണ്ടെന്ന് വച്ച സോണിയയുടെ ത്യാഗത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു.പി.എ. വിജയിച്ചപ്പോൾ പ്രധാനമന്ത്രിയാകാൻ സോണിയാഗാന്ധിക്ക് അവസരം ലഭിച്ചിരുന്നു. എന്നാൽ അവരാ അവസരം നിരാകരിക്കുകയും പകരം മൻമോഹൻ സിംഗിന് അവസരം നൽകുകയും ചെയ്തുവെന്ന ചരിത്രമാണ് ശിവകുമാർ ഓർമ്മിപ്പിച്ചത്. ഇതിനിടെ സിദ്ധരാമയ്യ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സർക്കാരിനൊപ്പം നിലകൊള്ളാൻ കർണാടകയിലെ ജനങ്ങളോട് ഡി.കെ. ശിവകുമാർ അഭ്യർത്ഥിക്കുകയും ചെയ്തു. 2028 നിയമസഭാ തിരഞ്ഞെടുപ്പിലും തങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണമെന്ന് അദ്ദേഹം